Hey besties. നമ്മള് വീഡിയോ എടുത്തപ്പോ സമയം തന്നെ മാറ്റി. സൺലൈറ്റ് വന്നപ്പോ വിചാരിച്ചു why not we do in this aesthetic എന്റെ റൂം നേരെ ഇങ്ങനെ സൺലൈറ്റിലോട്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ aesthetic sun kiss vibe. But today we are gonna talk about Dear Ex. Yeah, that traumatic drama. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അതിന് പറയാൻ പ്രത്യേകിച്ച് അതിനൊന്നും ഇല്ല. അതാണ് അതിന്റെ കാര്യം. കാരണം ഈ ഒരു ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് മൊത്തത്തിൽ ഈ ഡ്രാമ. അതാണ് മാനിപ്പുലേഷൻ. ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അയാളെ കളയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, കളയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, കളയുക. ഇത് തന്നെ ലൈക്ക് ഇതൊരു സർക്കിള് പോലെ പോവാണ്. നമുക്കിപ്പോ എന്താ പറയാ, ലൈഫിലോ നമുക്കാണെങ്കിലും ഇപ്പൊ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്കറിയില്ല. ഐ മീൻ സിറ്റുവേഷൻ വൈസ് ചിലപ്പോ നമ്മളൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യും. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് അറിയാത്തവർക്കാണെങ്കിൽ, നടന്നു എന്നൊരു കാര്യം നമ്മൾ നടന്നില്ല എന്ന് പറയുവാണ്. ഒരു എക്സാമ്പിൾ ആണ് ഇതെല്ലാം. ലൈക്ക് വെറൈറ്റി ആവാം, എക്സാമ്പിൾ ആണ്. നടന്നില്ല എന്ന് നമ്മൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനാണ് മാനിപ്പുലേഷൻ. അപ്പോ ഇതില് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നായിക എന്ന് പറഞ്ഞാൽ കിം യു ജോങ് ആണ്. നിങ്ങളൊരു മൈ ഡീമനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോ ഈ പുള്ളിക്കാരിയാണ് ഇതിനകത്ത് ഫീമെയില്. പുള്ളിക്കാരി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ലൈക്ക് പറയും, ഓക്കെ ഐ ആം ദ ഗുഡ് വൺ, ഞാനാണ് ട്രൂത്ത്, അവരെന്നെ ഹർട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും സിമ്പതി വത്തിപ്പിടിച്ച് പുള്ളിക്കാരിയുടെ യൂസ് കഴിയുമ്പോഴത്തേക്കും ഇവരെ കളയാം. പിന്നെ യൂസിന് വേണ്ടി തിരിച്ചു കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ ബേസിക്കലി സ്റ്റോറി. ഇപ്പം ഈ ഒരു ഡ്രാമയിലെ ആക്ടറിനെ നമുക്ക് അറിയില്ല. ഒരു റൂക്കി ആക്ടർ ആണെങ്കിൽ ഐ ആം ഡാം ഷുവർ ഷീ ഈസ് ഗോണ ഗെറ്റ് എ ലോട്ട് ഓഫ് ഹേറ്റ്. ബട്ട് ഇത് കിം യു ജോങ് ആയതുകൊണ്ട് ദ അക്സെപ്റ്റ് ആസ് എ ക്യാരക്ടർ. പക്ഷെ ഈ ക്യാരക്ടർ നമുക്ക് ഒട്ടും എന്താ പറയാ, നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ട്രൂ ബ്യൂട്ടിയിലെ ഹൻസോജൻ എല്ലാവർക്കും അറിയാം. ഹൻസോജൻ ഹോങ്ങിൻയോ പുള്ളിയും ഈ ഡ്രാമയിലുണ്ട്. പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ട വേ ഒക്കെ ഉണ്ടല്ലോ, ദാറ്റ് വാസ് സോ സ്ട്രെസ്ഫുൾ. ആ ഒരു സീൻ കണ്ടിട്ട് ഞാനിങ്ങനെ അത് പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ചിട്ട് ഇരുന്ന് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടി. അതിന് മാത്രം മാനിപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിപ്പുലേഷൻ അത് പീക്കാണ്. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. എനിക്ക് അത്രയൊക്കെ പറയാറുള്ളൂ ഇതിന്റെ അകത്ത്. ബട്ട് ബേസിക്കലി നമ്മള് എപ്പോഴും പറയുന്ന പോലെ ഡോണ്ട് ഹേറ്റ് ദ ആക്ടർ, ഹേറ്റ് ദ ക്യാരക്ടർ എന്നാണല്ലോ. ഈ ക്യാരക്ടറിനെ നമുക്ക് നന്നായിട്ട് ഹേറ്റ് ചെയ്യും. നന്നായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട്. മറ്റേ ഇതിനകത്ത് ലൈക്ക് ഇവളെ ഏറ്റവും കൂടുതൽ സിമ്പതി പറ്റിപ്പിടിച്ചത് ആളെന്ന് പറയുമ്പോഴത്തേക്കും ഇവളുടെ സ്റ്റെപ്പ് മദറിന്റെ സണ്ണാണ്. പുള്ളിക്കാരന്റെ സിമ്പതി അവള് പറ്റിപ്പിടിച്ചിട്ട് ഹി കൈൻഡ് ഹിം ആഫ്റ്റർ ദ യൂസ്. ഇതിനൊരു സീസൺ 2 ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ സീസൺ 2 എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ലൈക്ക് അവളെ ഇന്റഗ്രേറ്റ് ഇന്ററഗേഷൻ അങ്ങനെയല്ല പറയാ, അത് ചെയ്യുന്ന സീരിയൽ കില്ലർ. ഷീ എക്സാക്ട്ലി ലുക്ക് ലൈക്ക് എ കില്ലർ. ഐ ആം നോട്ട് കിഡിങ്. ശരിക്കും നമ്മളത് കാണുമ്പോഴത്തേക്കും ഇത് നമ്മൾ എന്തോ കില്ലർ ഡോക്യുമെന്ററി, നമ്മൾ ഈ റോട്ടൻ കില്ലർ പോഡ്കാസ്റ്റ് അതിനകത്തേക്ക് ഒരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. ലൈക്ക് എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വേ എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു ആ ഡ്രാമ. ലൈക്ക് എന്തിനാണ് ഞാൻ കണ്ടേ എനിക്കറിയില്ല. ഞാൻ ഓർത്തത് ഇറ്റ്സ് ഗോണ ബി ലൈക്ക് എ ലവ് സ്റ്റോറി, എന്നാൽ സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരിക്കും. ബട്ട് ഇങ്ങനത്തെ പീക്ക് മാനിപ്പുലേഷൻ ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി അവർക്ക് കിട്ടിയത് ആളാണെങ്കിലും ഹീസ് ഓൾസോ എ കൈൻഡ് ലൈക്ക് നമ്മളീ പറയത്തില്ലേ അബ്യൂസ് എന്നാണ്, എന്താ പറയാ, സെയിം പേഴ്സണാലിറ്റി ഉള്ള ആളെ കിട്ടിയെന്ന് നമുക്ക് അങ്ങനെ ഈ ഒരു ഇതിനകത്ത് പറയാം. കിം യോ ജോങ്ങിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു റിച്ച് ഹസ്ബൻഡിനെ വിത്ത് സെയിം പേഴ്സണാലിറ്റി കിട്ടിയത്. സോ ഡു ഗോ ആൻഡ് വാച്ച് ദിസ് ഡ്രാമ, ഇറ്റ്സ് റിയലി ഫൺ. മൊത്തത്തിൽ പറയുവാണെങ്കിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ ലൈഫ് എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഞാനിപ്പോ എന്ത് കണ്ടേ, ഇതെന്ത് ഇപ്പൊ നടക്കണം. ഞാനിത് ഒരു രാത്രി ഇരുന്നിട്ട് ആണ് ഇതിന്റെ ഒരു 8 എപ്പിസോഡ് ഒറ്റ സ്ട്രെച്ചിനായിരുന്നു കണ്ടിട്ട് പിന്നെ ഞാൻ നിർത്തിച്ചു. എന്നിട്ട് ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ഫിനിഷ് ആയ ഡ്രാമ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കണ്ടത്.
അപ്പത്തേക്കും തന്നെ ഞാൻ ഭയങ്കര ഇമ്മേഴ്സീവ് ആയിട്ടും സീരീസ് കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പോയിന്റ് ചിലപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ തലേന്നൊക്കെ പുക പോവായിരുന്നു. ബട്ട് എനിവേ ഇറ്റ്സ് ഫൺ. ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് യു ലെറ്റ് മീ നോ ദ റിവ്യൂ. സോ ഗോ ആൻഡ് വാച്ച് ഡിയർ എക്സ്. ഇറ്റ്സ് മോർ ലൈക്ക് എ ഡിയർ എക്സ്, നോട്ട് ദ സിംബ്. ഇവളെല്ലാരും ഐ ലവ് യു, നീ എനിക്ക് വേണ്ടി ചെയ്യണം, ഐ മീൻ ബാഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തീരുമ്പോഴത്തേക്കും പറയും I don't love you. നീ എന്നെ ഹെൽപ്പ് ചെയ്തു, യു ആർ മൈ ഫ്രണ്ട്. ഫ്രണ്ട് സോൺ കിങ് ആണ്. സോ ഡു വാച്ച് ദ ഡ്രാമ ഗൈസ്. ഇതിലെനിക്ക് എന്തോ ഓവർവ്യൂ തരണം എനിക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഇറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് മാനിപ്പുലേഷൻ ഡ്രാമ. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. സോ ആക്ടേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ മെയിൻ ആക്ടർ കിം യോ ജോങ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ കിം യോങ് ദേ, ഐ തിങ്ക് ഹിസ് നെയിം, പെന്റ് ഹൗസിലൊക്കെ ഉള്ള അത് പുള്ളിയുണ്ട്. പിന്നെ വേറൊരാളും ഉണ്ട്, ഞാൻ പേര് ഞാൻ നോക്കി വെച്ചിരുന്നു, അതാണ് പ്രശ്നം. സോറി, ഞാൻ ഫോട്ടോ കൊടുക്കാം. പുള്ളി ഒരുപാട് ഡ്രാമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റേത് ഹാങ്ങിഞ്ഞു, അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും. കാരണം നമ്മള് ട്രൂ ബ്യൂട്ടിയെ കണ്ടു വന്നുകൊണ്ടേ സങ്കടം വരും. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് സങ്കടം വന്നില്ലെങ്കിൽ യു ആർ എ മോൺസ്റ്റർ. ഡോൺ വാക്ക്, റൺ എന്ന് പറഞ്ഞല്ലോ. ഗോ ആൻഡ് വാച്ച് ദ ഡ്രാമ. എന്നെ പോലെ ഇങ്ങനെ കിളിപൊട്ടി നിന്ന് അമേസ്ഡ് ആവും. നിങ്ങൾക്ക് ടെക്നിക്സ് ഒക്കെ എടുക്കാം. ഓക്കെ, മാനിപ്പുലേഷൻ ടെക്നിക്സ്, നോട്ട് സജസ്റ്റിംഗ്, ജസ്റ്റ് വേ ഓഫ് സേയിങ് ഇറ്റ്സ് ഫൺ, ഓൺലി ഫോർ ഫൺ. ഡു വാച്ച് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ. എനിക്ക് അതിനകത്ത് എന്തൊരു ഓവർ പറയണ്ടെന്ന് എനിക്കറിയില്ല. സോ ഡു വാച്ച് ഇറ്റ്. ബൈ.